വിവിധ കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും പഠിക്കുന്ന നിരവധി അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ വിസ റദ്ദാക്കി അമേരിക്ക. പലരുടെയും വിസ സ്റ്റാറ്റസ് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് മാറ്റുകയും ചെയ്തതായാണ് വിവരം. ഗാസയിലെ ഇസ്രായേലിന്റെ യുദ്ധത്തിൽ പ്രതിഷേധിച്ചവർക്കെതിരെയും ക്രിമിനൽ കുറ്റങ്ങൾ നേരിടുന്നവർക്കെതിരെയുമാണ് നടപടി. ഇതിനോടകം 900ഓളം വിസ റദ്ദാക്കിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. ഡോക്ടർ സജിമോൻ ആന്റണി വിവരങ്ങളുമായി നമുക്കൊപ്പം അമേരിക്കയിൽ നിന്ന് ചേരുകയാണ്. ഡോക്ടർ സജിമോൻ ആന്റണി, ഗുഡ് മോർണിംഗ്. അമേരിക്കയിൽ നിരവധി ഇന്ത്യക്കാരാണ് പഠനത്തിനായി പോയിട്ടുള്ളത്, നമുക്കറിയാം. അവരെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്നതാണോ ട്രംപിന്റെ ഈ തീരുമാനം? നിലവിൽ ഏതെങ്കിലും ഇന്ത്യക്കാരുടെ വിസ റദ്ദാക്കിയതായി വിവരമുണ്ടോ? തീർച്ചയായും ശ്രീജ, നമ്മൾ ഈ വർഷം തുടങ്ങിയത് വലിയൊരു മെസ്സേജുമായിട്ടാണ്. അതായത് ഇല്ലീഗൽ ഇമിഗ്രൻസിനെ ഇവിടുന്ന് ഡിപ്പോർട്ട് ചെയ്യുന്ന ട്രംപിന്റെ വലിയൊരു മെസ്സേജ് അല്ലെ ക്യാമ്പയിനുമായിട്ടാണ്. ഇതിനോടൊപ്പം ഏകദേശം 50,000 ആൾക്കാരെ, ആ ഇല്ലീഗൽ ആയിട്ടുള്ള ആൾക്കാരെ ഇവിടുന്ന് ഡിപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. എന്നാൽ ഇന്ന് അത് ഈ ഒരു ആഴ്ചയായിട്ട് അത് വേറൊരു തലത്തിലേക്ക് മാറിയിട്ട് ഇല്ലീഗൽ ഇമിഗ്രൻസിൽ നിന്ന് മാറിയിട്ട് സ്റ്റുഡന്റ് വിസയിലേക്ക്, പ്രത്യേകിച്ച് F1, J1 വിസകളിലേക്ക് വ്യാപിച്ചിരിക്കുന്നതായിട്ടാണ് ഇവിടുന്നുള്ള റിപ്പോർട്ട്. ശ്രീജ പറഞ്ഞു കൊടുക്കുന്നത് ഏകദേശം 900-ലധികം ആൾക്കാരുടെ വിസ റിവോക്ക് ചെയ്തു അല്ലെങ്കിൽ ഡിറ്റെയിൻ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നുള്ള റിപ്പോർട്ടാണ്. ചില മാധ്യമങ്ങളെ ഉദ്ധരിക്കുകയാണെങ്കിൽ അത് 1300 വരെ എന്നുള്ള കണക്കാണ് പറയുന്നത്. പ്രത്യേകിച്ചും പറയുന്ന ഒരു റീസണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ കണ്ടിരുന്നു. കൊളംബിയ യൂണിവേഴ്സിറ്റിയിലും ഹാർവർഡ് യൂണിവേഴ്സിറ്റിയിലും ഒക്കെ പ്രത്യേകിച്ച് സ്റ്റുഡന്റ് സ്ട്രൈക്കുകളൊക്കെ നടന്നിരുന്നു. അതിനകത്ത് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് വലിയൊരു പങ്ക് വഹിച്ചിരുന്നു എന്നുള്ളൊരു മെസ്സേജും അതോടൊപ്പം അമേരിക്കയുടെ ഒരു ഫോറിൻ പോളിസി ഇസ്രായേലിനെ 100% സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ളതാണ്. അതിന് എതിരായി പ്രദർശനവും മറ്റു കാര്യങ്ങളും നടത്തുകയും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിലും യൂണിവേഴ്സിറ്റി ക്യാമ്പയിനിൽ പ്രതിഷേധവുമായിട്ട് വന്ന പിള്ളേരെ, സ്റ്റുഡൻസിനെ ഐഡന്റിഫൈ ചെയ്തിട്ട് അവരുടെ വിസ റിവോക്ക് ചെയ്യുകയോ ഡിറ്റെയിൻ ചെയ്യുക എന്നുള്ള ഒരു സ്ട്രാറ്റജിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏകദേശം 500-ലധികം ഇന്ത്യൻ സ്റ്റുഡൻസിനെ ഇത് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടുന്നുള്ള റിപ്പോർട്ട് പറയുന്നത്. ഈ സമയത്ത് നമുക്ക് ഓർക്കണം, ഏകദേശം അമേരിക്കയിൽ 3,30,000 ഇന്ത്യൻ സ്റ്റുഡന്റ് ആണ് ഒരു വർഷം പഠിക്കുന്നത്. ചൈനയെ പോലും പിന്നിലാക്കിക്കൊണ്ട്, ചൈനയിൽ ഏകദേശം 2,77,000 അപ്പൊ അതിൽ പിന്നിലാക്കിക്കൊണ്ട് ഇന്ത്യയിൽ നിന്നുള്ള ഏറ്റവും സ്റ്റുഡൻസ് ആണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകമായ ഒരു ആഘാതമാണ് ഈ ഒരു ന്യൂസ് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ. അതോടൊപ്പം വേറെ കാര്യം കൂടി എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ ഒരു സമയത്ത് ഈ ഒരു ഫൈറ്റ് സ്റ്റുഡന്റ് വിസയിലേക്ക് മാത്രമല്ല, H1, J1 വിസയിലേക്ക് മാത്രമല്ല, അമേരിക്കയിൽ അറിയപ്പെടുന്ന അല്ലെങ്കിൽ ലോകമാകമാനം അറിയപ്പെടുന്ന പ്രശസ്തരായ യൂണിവേഴ്സിറ്റിയായ ഹാർവർഡ് യൂണിവേഴ്സിറ്റി, ബ്രൗൺ യൂണിവേഴ്സിറ്റി, പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റി എന്നിവയുടെയൊക്കെ ഫണ്ടിങ് ഇത് ഫ്രീസ് ചെയ്യുകയോ റിവോക്ക് ചെയ്യുകയും കൂടെ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്നുണ്ട്. കാരണം അവർ പറയുന്നത് ഇങ്ങനെയുള്ള സ്റ്റുഡൻസിനും ഇങ്ങനെയുള്ള പോളിസികൾക്കും എതിരായിട്ടുള്ള യൂണിവേഴ്സിറ്റിയുടെ ആക്ഷൻ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് എടുത്തില്ലെങ്കിൽ, അതിന്റെ പ്രൂഫ് ട്രംപ് അഡ്മിനിസ്ട്രേഷന് കൊടുത്തില്ല എങ്കിൽ ഈ ഒരു ഫണ്ടിങ് നിരോധനം അല്ലെങ്കിൽ റിവോക്കേഷൻ ഉണ്ടാവുമെന്നാണ്. ഹാർവർഡ് യൂണിവേഴ്സിറ്റി പ്രത്യേകിച്ചും എടുത്തു പറയേണ്ട കാര്യമുണ്ട്. $2.26 ബില്യൺ ഫണ്ടിംഗ് ആണ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഫ്രീസ് ആക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ബ്രൗൺ യൂണിവേഴ്സിറ്റി, കൊളംബിയ യൂണിവേഴ്സിറ്റി അവിടെയൊക്കെ 500 മില്യണും 400 മില്യണും, പ്രിൻസ്റ്റൺ അതോടൊപ്പം തന്നെ നോർത്ത് വെസ്റ്റേൺ യൂണിവേഴ്സിറ്റിയിൽ $1.1 ബില്യൺ ഫണ്ടിംഗ് ഫ്രീസുമാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ സോ ഫാർ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇത് യൂണിവേഴ്സിറ്റികളെ ബാധിക്കും എന്നുള്ള കാര്യം സംശയമില്ല. ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ ബാധിക്കും എന്നുള്ള കാര്യം സംശയമില്ല. അമേരിക്കയിലേക്കുള്ള ഏറ്റവും അധികം ഉള്ള സ്റ്റുഡന്റ് സപ്ലൈ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലുള്ള സ്റ്റുഡൻസിനെ ബാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സോഫാർ കണക്കുകൾ പറയുന്നത് 500-ലധികം ഇന്ത്യൻ സ്റ്റുഡൻസിന്റെ വിസകൾ, പ്രത്യേകിച്ച് F1, J1 റിവോക്ക് അല്ലെങ്കിൽ ഡിറ്റെയിൻ ആണ് എന്നുള്ളൊരു റിസ്കിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എനിക്ക് എല്ലാവരോടും സ്റ്റുഡൻസിനോട് പറയാനുള്ള ഒരു റിക്വസ്റ്റ് ഇതാണ്. ഇവിടെയുള്ള ഒരു വലിയ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പോളിസി ഇതാണ്. എന്തുകൊണ്ട് ഇവിടെ അമേരിക്കയിൽ ഫ്രീഡം ഓഫ് സ്പീച്ച് ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അഭിപ്രായം പറയുന്നതിനെ അമേരിക്കൻ ഗവൺമെന്റ് നിരോധിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ നിന്നുള്ളൊരു മെസ്സേജ് ഇതാണ്. ഇങ്ങനെയുള്ള ഫ്രീഡം ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത് അമേരിക്കൻ സിറ്റിസൺ ആണ്. സ്റ്റുഡൻസ് പഠിക്കാൻ വന്നു കഴിഞ്ഞാൽ പഠിച്ചിട്ട് അവർ മറ്റ് ലൈനിലേക്ക് പോകണം. അപ്പൊ അവരുടെ ഫ്രീഡവും ഈ പറഞ്ഞ അമേരിക്കൻ സിറ്റിസൺസിന്റെ ഫ്രീഡവും രണ്ടും കമ്പാരബിൾ അല്ല എന്നുള്ള ഒരു ലീഗൽ മെസ്സേജാണ് ഇവിടെ നിന്ന് പല ഇടങ്ങളിൽ നിന്ന് കിട്ടുന്നത്. ശ്രീജാം, തീർച്ചയായും ഡോക്ടർ സജിമോൻ ആന്റണിയാണ് അമേരിക്കയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. താങ്ക് യു സോ മച്ച് ഡോക്ടർ സജിമോൻ ആന്റണി. എന്തായാലും 500ഓളം ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഇതിനോടകം തന്നെ ട്രംപ് ഭരണകൂടത്തിന്റെ ഈ പുതിയ നീക്കം ബാധിച്ചിട്ടുണ്ട്. അവരുടെ വിസ റദ്ദാക്കപ്പെട്ടു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇന്ത്യൻ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഏറെ ആശങ്കപ്പെടുത്തുന്ന വാർത്തയാണ് US-ൽ നിന്ന് ഇപ്പോൾ വരുന്നത്. ഇനി നോക്കാം.